ഇനി അടുത്തത് സെമാറ്റിക് സ്കോളർ എന്ന് പറയുന്ന ഒരു AI ഉണ്ട്. അതിൻ്റെ പ്രധാന പ്രവർത്തനങ്ങൾ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഈ അക്കാഡമിക് ആയിട്ടുള്ള കാര്യങ്ങൾ തിരിച്ചറിയാനായിട്ടും അതിന് ഡോക്ടർമാർക്ക് വിശദീകരണങ്ങൾ കൊടുക്കാനും AI ഉപയോഗിച്ച് തന്നെ വളരെ ഗഹനമായിട്ടുള്ള ഗവേഷണങ്ങൾ വളരെ വേഗത്തിൽ അവർക്ക് നോക്കാനും കണ്ടെത്താനും ഡോക്ടർമാരെ അപ്ഡേറ്റ് ചെയ്ത് നിർത്താനും ഒക്കെ ആയിട്ട് വളരെ മിനിമം സമയം കൊണ്ട്. പിന്നെ അടുത്തപോലെ വർക്ക് ഫ്ലോ ഓട്ടോമേഷൻ ആൻഡ് പ്രാക്ടീസ് മാനേജ്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞ് അതിനൊക്കെ ഇത് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇനി എപ്പിക് സിസ്റ്റം AI എന്ന് പറയുന്ന, അപ്പോൾ എപ്പിക് സിസ്റ്റത്തിനകത്ത് പ്രധാന പ്രവർത്തനങ്ങൾ നമുക്ക് സ്മാർട്ടായിട്ട് ചാർട്ടുകൾ ഉണ്ടാക്കി തരിക, പ്രവചനങ്ങൾ നടത്തി തരിക, കൂടുതൽ വിശദീകരണങ്ങൾ നോക്കുക, സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂളൊക്കെ ഉപയോഗിച്ച് രോഗിയുടെ ഡാറ്റ വിശകലനം ചെയ്ത് നമുക്ക് അപ്പോൾ കൂടുതൽ കൺക്ലൂഷനിലേക്ക് ഡോക്ടർക്ക് എത്താനായിട്ട്. ഇതൊന്നും പേഷ്യൻറ്റിന് നേരിട്ട് അവൈലബിൾ അല്ല, ഡോക്ടർമാർക്കാണ്. അപ്പോൾ വലിയ ആശുപത്രികളിൽ ഇത് വളരെ വ്യാപകമായിട്ട് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതിൻ്റെ കോസ്റ്റ് നമുക്ക് താങ്ങാവുന്നുള്ളത് കൊണ്ട് നമുക്ക് ചെറിയ ഹോസ്പിറ്റലുകൾ ഇൻഡിവിജ്വൽ ഡോക്ടേഴ്സിന് അത് ഉപയോഗിക്കാനായിട്ട് പറ്റും. പിന്നെ സെർനറിനകത്ത് വളരെ പ്രധാനപ്പെട്ട അതിൻ്റെ പ്രധാനം എന്ന് പറഞ്ഞാൽ ഡാറ്റ അനലിറ്റിക്സ് നടത്തിയിട്ട് രോഗങ്ങളെ നമുക്ക് നേരത്തെ തന്നെ ഒന്ന് പ്രവചിക്കാനായിട്ട് ചരിത്രപരമായിട്ടുള്ള ഡാറ്റ ഉപയോഗിച്ച് നമുക്ക് തീരുമാനങ്ങൾ എടുക്കാനായിട്ട് പെട്ടെന്ന് അതിന് കഴിയുന്ന രീതിയിൽ ഡോക്ടർമാരെ എംപവർ ചെയ്യുന്നതാണ്. പിന്നെ ജനറലി ഉള്ളത് മൈക്രോസോഫ്റ്റ് അസൂർ AI ഹെൽത്ത് എന്ന് പറയുന്നത്. അപ്പം അസൂർ AI അതിൻ്റെ പ്രധാന ഡാറ്റ അനലിറ്റിക്സ് ആണ് പ്രധാനമായിട്ടും. ഓട്ടോമേഷൻ കുറച്ചുകൂടെ കൂടുതൽ വിശദീകരണങ്ങൾ നൽകിയുണ്ട്. അപ്പോൾ ഹോസ്പിറ്റലുകൾക്ക് വലിയ ഡാറ്റ മാനേജ്മെൻറ്റ് ചെയ്യാനും അപ്പോൾ AI ഉപയോഗിച്ച്, അപ്പോൾ ഈ ഹോസ്പിറ്റലൊക്കെ ഇരിക്കുന്ന ഡോക്ടർമാരെന്ന് പറഞ്ഞാൽ നല്ല തിരക്കിലാണ് ഇരിക്കുന്നത് അതിനിടയ്ക്കോടെ. അപ്പോൾ ഇവർക്കെല്ലാം ഒരുപാട് സഹായമാകുന്നുണ്ട് ചെറിയ പൈസയ്ക്ക്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഒരു നല്ല പ്രോഡക്റ്റ് ഗൂഗിളിൻ്റെ വെർട്ടെക്സ് AI പ്ലസ് ഡാറ്റ ഇൻ്റഗ്രേഷൻ, പലയിടത്തു നിന്ന് കിട്ടുന്ന ഡാറ്റ നമുക്ക് അതുമായിട്ട് ചേർത്തുകൊണ്ട് പലയിടത്തു നിന്ന് കിട്ടുന്ന ഡാറ്റ നമുക്ക് ഒന്നിച്ച് ചേർത്ത് വെച്ചുകൊണ്ട് ഇത് വീണ്ടും വളർന്നുകൊണ്ടിരിക്കുകയാണ്. 2-3 വർഷം കഴിയുമ്പോഴത്തേക്ക് ഇതൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നതിന് അപ്പുറത്തേക്കുള്ള ലെവലിലേക്ക് പോകുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. പിന്നെ അതുപോലെ തന്നെ ഈ അർക്കേഞ്ചൽ എന്ന് പറയുമ്പോഴത്തേക്ക് അർക്കേഞ്ചൽ AI എന്ന് പറയുന്നത് നമ്മുടെ ഒരു അർക്കേഞ്ചലായിട്ട് തന്നെ ഇത് പ്രവർത്തിക്കുകയാണ്. പ്രധാന പ്രവർത്തനം രോഗികളുടെ രേഖകൾ ഓഡിറ്റ് ചെയ്യുക, അർക്കേഞ്ചലായിട്ടിരുന്നുകൊണ്ട് നമ്മുടെ അപകട സാധ്യതകളെ റിസ്കുകളെ ഡാറ്റ പരിശോധിച്ച് ഡോക്ടർമാർക്ക് മുൻകൂട്ടി പ്രെഡിക്റ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഡോക്ടർമാർ കുറച്ചുകൂടെ സേഫ് ആകാനായിട്ട് പറ്റും. പിന്നെ അടുത്തത് ക്വൻറ്റസ് എന്ന് പറയുന്നത് ഡോക്ടർമാർ രോഗികളും, അപ്പോൾ ഈ രോഗികൾ ഡോക്ടർമാരെ കാത്തിരിക്കുന്ന അതിനെ ഒന്ന് മാനേജ് ചെയ്യാനായിട്ട് സമയം കുറച്ച് ഉപയോഗിക്കാനായിട്ട് ഏത് സമയത്ത് ചെന്ന് കഴിഞ്ഞാൽ എപ്പോഴായിട്ട് കാണാം. നമുക്ക് അതിനകത്ത് കയറി രോഗികൾക്ക് ലോഗിൻ ചെയ്ത് ഡോക്ടേഴ്സുമായിട്ട്, അപ്പോൾ ഡോക്ടേഴ്സിൻ്റെ ഫ്രീ ഉള്ള ടൈമുകളെല്ലാം കൃത്യമായിട്ട് ഉപയോഗിക്കാവുന്ന രീതിയിൽ ചില സമയത്ത് മാത്രം ഒത്തിരി പേഷ്യൻസ് വരുന്നതിന് പകരം ഡോക്ടർമാർക്കൂടെ പറ്റുന്ന രീതിയിൽ അതിന് മാറ്റി കൊടുക്കാനായിട്ട് പറ്റും. മറ്റൊന്നാണ് ഒലിവ് AI എന്ന് പറയുന്നത്. ഒലിവ് AIയുടെ പ്രധാന പ്രവർത്തനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ഹോസ്പിറ്റലുകൾക്കാണ് ബില്ലിംഗ് അഡ്മിൻ ജോലികൾ. ഇത് മാത്രം മതി, നമ്മൾ വേറെ അതിന് വേണ്ടി പ്രത്യേക സ്റ്റാഫിനെ പോലും വെക്കേണ്ടതില്ല. ഇത് ഉപയോഗിക്കാനായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ പറഞ്ഞ സ്മോൾ എൻ്റർപ്രൈസസ് ഡോക്ടേഴ്സിന് ഇത് ചിലപ്പം സമയത്തെ രക്ഷപ്പെടുത്താനായിട്ടും രോഗികൾ ശ്രദ്ധ കൂടുതൽ ചിലവാക്കാനായിട്ടും അഡ്മിൻ ജോലികൾ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടും ഇപ്പോൾ ഈ എംപ്ലോയീസൊക്കെ മാറിപ്പോകുന്നതെന്നൊക്കെ പറയുന്നൊരു വലിയ പ്രശ്നമാണ്. പിന്നെ ഡോക്ടേഴ്സ് ആപ്പ് AI എന്ന് പറഞ്ഞ് പ്രധാന പ്രവർത്തനങ്ങൾ, അപ്പോൾ ഈ EMR പ്ലസ് AI, അപ്പോൾ അവർ ഇൻസൈറ്റ് കൂടുതൽ കൊടുക്കാനായിട്ടും വിശദീകരണങ്ങൾ കൊടുക്കാനായിട്ടും. അപ്പോൾ ഇത് ഇന്ത്യൻ ക്ലിനിക്കുകളാണ് ഇത് ഏറ്റവും കൂടുതൽ അനുയോജ്യമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം പ്രത്യേകിച്ച് നോർത്തേൺ പാർട്ടിൽ, ഈസ്റ്റേൺ പാർട്ടിൽ ഒക്കെ ചിലവും വളരെ കുറവുള്ള ഒരു സംവിധാനമാണ്. ഇപ്പോൾ ഉള്ളൊരു എഫിഷ്യൻസി നമ്മളൊരു 100 മണിക്കൂർ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് 10 മണിക്കൂറിനകത്ത് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അത്രയും നമുക്ക് പ്രയോജനപരമായിട്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇത് നമ്മൾ പഠിച്ചെടുക്കാനായിട്ട് നമ്മളെക്കൊണ്ട് പറ്റുന്നത് നിങ്ങളിത് പഠിച്ചെടുക്കാനായിട്ട് സഹായിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഡോക്ടർമാരുടെ അടുത്ത് പലപ്പോഴും ഒരു കൊമേഴ്ഷ്യൽ താല്പര്യമുള്ളവരാണല്ലോ വരുന്നത്. അവർക്കിപ്പം ഇത് ഡോക്ടർമാരെ പഠിപ്പിച്ചു കൊടുക്കാനായിട്ട് വലിയ താല്പര്യമൊന്നും കാണത്തില്ല. ഇത് വളരെ രഹസ്യമായിട്ട് തന്നെ രാത്രി ഒരു 8:30 മുതൽ 10 മണി വരെ 1.5 മണിക്കൂർ കൊണ്ട് അത്യാവശ്യ കാര്യങ്ങൾ പഠിച്ച് പിന്നെ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ChatGPT ഇല്ലെങ്കിൽ വേറെ പല ഇതുമുണ്ട് നമുക്ക്. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് ഈ ആർട്രീസ് എന്ന് പറഞ്ഞൊരു ആപ്പുണ്ട്.
ആപ്പല്ല, അതൊരു ഒരു കോഡിങ്ങിന് വേണ്ടിയിട്ട് പ്രധാനമായിട്ട് ഒരു ക്ലൗഡ് അടിസ്ഥാനത്തിലുള്ള പ്രധാനമായിട്ട് ഹൃദയവും ശ്വാസകോശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ സംബന്ധിച്ചുള്ള ഇമേജിംഗ് ഉൾപ്പെടെ AI ഉൾപ്പെടെ ഡോക്ടർമാർക്ക് കൊടുക്കുന്നതാണ്. രക്തപ്രവാഹം അവിടെ വരുന്നുണ്ടോ, അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അസാധാരണതകൾ വല്ലതും കണ്ടെത്താനായിട്ട് പറ്റുന്നുണ്ടോ, ഈ കാര്യമൊക്കെ ഡോക്ടർമാരെ അറിയിക്കാനായിട്ട് ഉപയോഗിക്കുന്ന AI ആണ്. അപ്പോൾ പ്രധാനമായിട്ടും ഹൃദയവുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെ കൂടുതൽ കൃത്യമായി വളരെ ആക്യുറസിയാണ് വിലയിരുത്താനായിട്ട് ഇത് സഹായിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഉപയോഗിച്ചാലും ചിലപ്പോൾ ഒരു 3 മാസമൊക്കെ എടുക്കും ഡോക്ടർമാർ ഇതുമായിട്ട് ചേർന്ന് വരാനായിട്ട്. ക്ലൗഡിൽ പ്രവർത്തിക്കുന്നതാണ്. അപ്പോൾ ലോകത്ത് എവിടെ ഇരുന്നും അവരവരുടെ പേഷ്യൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉപയോഗിക്കാം. പിന്നെ അതുപോലെ തന്നെ ബട്ടർഫ്ലൈ IQ-AI എന്ന് പറഞ്ഞ ഇതുണ്ട്. അപ്പോൾ അത് വളരെ കയ്യിൽ പിടിക്കാവുന്ന വളരെ ചെറുതായിട്ടുള്ള അൾട്രാസൗണ്ട് ഉപകരണം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്നാൽ പിന്നെ കൂടുതൽ വിശദീകരണം അതിൽ നിന്ന് കിട്ടുകയും ചെയ്യും. പരമ്പരാഗതമായിട്ട് ഉള്ള അൾട്രാസൗണ്ടിന് ഉപരിയായിട്ട് വളരെ വളരെ ചെറുതായിട്ടുള്ള രീതിയിൽ, പക്ഷേ വളരെ എഫിഷ്യൻറ്റുമാണ്. വിലയും വളരെ കുറവാണ്. ഗ്രാമപ്രദേശങ്ങളിലും ചെറിയ ക്ലിനിക്കുകളൊക്കെ ഇപ്പോൾ ബെഡ് സൈഡുകളിൽ പോലും ഇത് നമുക്ക് ഉപയോഗിക്കാനായിട്ട് അനുയോജ്യമായിട്ടുള്ളതാണ്. അപ്പോൾ അതുകൂടാതെ മറ്റൊരു AI ഉപയോഗിക്കേണ്ട ഹാർട്ട് ഫ്ലോ എന്ന് പറയുന്നത്, ഹാർട്ട് ഫ്ലോ പ്രധാനമായിട്ടും കൊറോണറി ആർട്ടറി രോഗം കണ്ടെത്താനായിട്ട് കൂടുതൽ വിശദീകരണം, ഇപ്പോൾ CT സ്കാൻ നോക്കാനായിട്ട് ഇതൊക്കെ അതിൻ്റെ റിസൾട്ടുകൾ കൂടുതൽ വളരെ കൃത്യതയോടുകൂടി വിശകലനം ചെയ്യാനും പ്രഡിക്ഷൻസ് നടത്താനും ഒക്കെ നമുക്ക് സഹായിക്കും. ഇതിനൊരു ഭാഗം ഇൻവോയ്സിന് പോലും ഉപയോഗിക്കാവുന്ന രീതിയിലാണത് അവർ നിർമ്മിച്ചിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ ടെമ്പസ് AI എന്ന് പറഞ്ഞത്, ടെമ്പസ് AIയുടെ പ്രവർത്തനം ജീനോമിക്സ്, ഓൺകോളജിക്കാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. ജീനോമിക്സുമായിട്ട് അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. ഇപ്പം അറിയാലോ 2030 നമ്മളെ ഇപ്പോൾ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന കെമിക്കൽ മെഡിസിനിൽ നിന്നും ജനറ്റിക് മെഡിസിനിലേക്ക് നമ്മൾ സ്വിച്ച് ഓവർ ചെയ്യുന്ന എല്ലാ ഡോക്ടർമാർക്കും അറിയാം. അപ്പോൾ രോഗികളുടെ ജീനുകളെ അടിസ്ഥാനമാക്കി ക്യാൻസർ പോലുള്ള രോഗനിർണയങ്ങൾ അതിന് വളരെ ആക്യുറസി, അപ്പോൾ ഒരു പ്രിസിഷൻ മെഡിസിൻ്റെ മേഖലയിലാണിത് കൂടുതലും. അതിനെ പറ്റിയൊരു പ്ലാറ്റ്ഫോമായിട്ടും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ പേജ് AI എന്ന് പറയുന്ന, അപ്പോൾ അത് പ്രധാനമായിട്ടും പത്തോളജി, അപ്പോൾ പ്രധാനമായിട്ടും ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ട കണ്ടെത്തലുകൾ നടത്താനായിട്ട് അതിലൂടെ കിട്ടാവുന്ന വിശദീകരണങ്ങൾ, അപ്പോൾ അതൊക്കെ ഓൾറെഡി തന്നെ FDA അംഗീകരിച്ചിട്ടുള്ള സൊല്യൂഷൻസാണ്. ഇതിപ്പം എല്ലാ സ്ഥലത്തും എത്തിക്കഴിഞ്ഞു, ലോകത്ത് എല്ലാ സ്ഥലത്തും ഇതെത്തിക്കഴിഞ്ഞു. പക്ഷേ കുറേ ഡോക്ടർമാർ ഇത് അഡോപ്റ്റ് ചെയ്തിട്ടില്ല. മറ്റൊന്ന് iRhythm എന്ന് പറയുന്നൊരു AI ഉണ്ട്. iRhythm ECG ആയിട്ട് ബന്ധപ്പെട്ട ഫിസിഷ്യൻസിനും അതുപോലെ തന്നെ കാർഡിയോളജിസ്റ്റുകൾക്കൊക്കെ ഹൃദയമിടിപ്പ് വ്യതിയാനങ്ങൾ കണ്ടെത്താനായിട്ട് അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിശകലനങ്ങൾ, പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഇതുമായിട്ട് ചേർന്നിട്ട് ബെയറബിൾസ് ഒക്കെ കൊണ്ടുനടക്കാവുന്നത് അതിനുപയോഗിച്ച് തുടർച്ചയായിട്ട് ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കാനായിട്ട്, അതിനെ നിരീക്ഷിക്കാനായിട്ട്, അങ്ങനെ ഒരു സർവീസ് എത്തിക്കാനായിട്ട്. ഇനി അതുപോലെ തന്നെ വുനോബെൻഡ് എന്ന് പറഞ്ഞ ഒരു AI ഉണ്ട്. അപ്പോൾ അത് ചെസ്റ്റ് എക്സ്റേ മുതലായ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അതിൻ്റെ വിശദീകരണങ്ങൾ നമുക്ക് ശ്വാസകോശമായിട്ട് ബന്ധപ്പെട്ട രോഗങ്ങൾ, അപ്പോൾ അത് കുട്ടികൾക്കൊക്കെ അതിനകത്ത് കുട്ടികൾക്ക് ചികിത്സിക്കാനൊക്കെ അത് വളരെ പ്രധാനപ്പെട്ടതായിട്ട് വിലയിരുത്താനായിട്ട് ഒരുപാട് സഹായിക്കുന്ന ഒരിതാണ്. അതുപോലെ തന്നെ ക്യൂർ AI എന്ന് പറയുന്ന ഒരിതുണ്ട്. പ്രധാനമായിട്ട് TB പോലുള്ള, സ്ട്രോക്ക് പോലുള്ള ഇത് കണ്ടെത്താനായിട്ട് ഉപയോഗിക്കുന്ന, അതിപ്പോൾ സാധാരണമായിട്ട് ഒത്തിരി ഡോക്ടേഴ്സ് ഇന്ത്യയിൽ വളരെ വിപുലമായിട്ട് വ്യാപകമായ രീതിയിൽ ഉപയോഗിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സംവിധാനമാണ്. ഗ്രാമപ്രദേശങ്ങളിൽ പോലും അത് രോഗനിർണയം കണ്ടെത്താനായിട്ട് കഴിയുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇനി അതുപോലെ തന്നെ ലിയൂണിറ്റ് ഇൻസൈറ്റ് എന്ന് പറയുന്ന ഇതുണ്ട്. അപ്പോൾ അതിൻ്റെ ശ്വാസകോശ ക്യാൻസർ കണ്ടെത്താനായിട്ട്, അപ്പം പൾമിനോസ്റ്റുകൾ മാത്രമല്ല മറ്റ് ജനറൽ മെഡിസിനിലിരിക്കുന്ന ആൾക്കാരെയും ഉയർന്ന കൃത്യതയാണ് രോഗനിർണയത്തിന് വേണ്ടിയിട്ടുള്ള, ഇപ്പം തുടക്കത്തിൽ തന്നെ വലിയ റിസൾട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഡോക്ടർമാരുടെ ഒരു വലിയ സഹായിയായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ മറ്റൊന്നുള്ളത് URMD എന്ന് പറഞ്ഞ ഒരു ഇതുണ്ട്. അതും വളരെ വിപുലമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി. ആരോഗ്യ വിവരങ്ങൾ ഒരു ട്രൈ ചെയ്യാവുന്ന രീതിയിൽ ട്രയേജ് ബേസിൽ വിശദീകരണങ്ങൾ നൽകിക്കൊണ്ടുള്ള, അപ്പോൾ അതും വളരെ എളുപ്പത്തിൽ ഇതെല്ലാം ഇപ്പോൾ ഈ പറഞ്ഞതെല്ലാം
ഈ പ്രൊഡക്ട്സ് എല്ലാം വളരെ എളുപ്പത്തിൽ ഡോക്ടർമാരുടെ ജോലിനെ വളരെ എളുപ്പത്തിൽ, അതായത് 100 മണിക്കൂറിൻ്റെ ജോലി നമുക്ക് 4-5 മണിക്കൂർ കൊണ്ട് ചെയ്തു തീർക്കാൻ പറ്റും. അത്രയും സ്പീഡിലേക്ക് നമുക്ക് പോകാനായിട്ട് പറ്റും. അപ്പം ഡോക്ടർമാരുടെ ആദ്യ കാലത്ത് ഇപ്പം നമ്മുടെ കൂടെ നമ്മളുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഡോക്ടേഴ്സുണ്ട്. അപ്പോൾ അവരുടെ സഹായത്തോടു കൂടി ഡോക്ടർമാർക്ക് ആദ്യ കാലത്ത് ഒരു ഇതിൽ പോയാലും പിന്നീട് തന്നെ അത് മേ ബി ഒരു 1-2 ആഴ്ച, ഒരു മാസമൊക്കെ കഴിയുമ്പോഴത്തേക്കും തന്നെ ഒരു ഗ്ലോബൽ സ്റ്റാൻഡേർഡിലേക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഈ സിംറ്റോമ എന്ന് പറയുന്നൊരു AI ഉണ്ട്. സിംറ്റോമ ഈ പറഞ്ഞതുപോലെ രോഗലക്ഷണങ്ങൾ എല്ലാം എടുത്തിട്ട് അനലൈസ് ചെയ്ത് രോഗനിർണയങ്ങൾ ചെയ്ത് രോഗിക്കല്ല കൊടുക്കുന്നതൊന്നും ഡോക്ടർക്കാണ്. പല ഭാഷകളിൽ ഇത് വിശദീകരണങ്ങൾ കൊടുക്കുന്നു, വളരെ കൃത്യതയോടുകൂടി തന്നെ. അപ്പോൾ ഡയഗ്നോസിസ് നൽകി ഇപ്പോൾ ഇന്ത്യയിൽ ഒരുപാട് സ്ഥലത്ത് ഇത് ഉപയോഗിച്ച് ഇതിൻ്റെ ഉപഭോക്താക്കളുടെ എണ്ണം നോക്കിയാൽ മതി. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ ഹ്യൂമൻ DX എന്ന് പറയുന്ന ഒരു AI ഉണ്ട്. അപ്പോൾ അത് ഈ പറയുന്ന പോലെ രോഗനിർണയത്തിന് ഒരു ഡോക്ടർമാരുടെ ഒത്തിരി പേരുടെ ചിന്തകളെ ഒരു പ്ലാറ്റ്ഫോമാണിത്. അപ്പോൾ ഒത്തിരി പേരുടെ സഹായത്തോടു കൂടി നമുക്ക് ആ പ്ലാറ്റ്ഫോമിൽ വെച്ച് തീരുമാനിക്കാം. അത് അക്കൗണ്ട് ബേസിലായിട്ട് ഡോക്ടർമാർ ഓരോരുത്തരും എടുത്തിട്ടേക്കുവാണ് അതിനകത്ത്. അപ്പോൾ അതിൽ കൊണ്ടുവന്ന് പല കാര്യങ്ങളും കൊടുക്കാനായിട്ടും പല ആൾക്കാരുടെ ഒപ്പീനിയൻ നമുക്ക് വെച്ചുകൊണ്ട് തീരുമാനം എടുക്കാനായിട്ട് പറ്റുന്നു. പിന്നെ ഈ ഗ്ലാസ് ഹെൽത്ത് എന്ന് പറഞ്ഞ മറ്റൊരു AI ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ക്ലിനിക്കൽ പ്ലാൻ തന്നെ നമുക്ക് ഉണ്ടാക്കി തരുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ആവശ്യങ്ങളെല്ലാം വെച്ച് ഡോക്ടർമാർക്കത് എങ്ങനെ മുന്നോട്ട് പോകണം, പിന്നെ ഈ വേഗത്തിൽ നമുക്ക് ഈ ചികിത്സാ പദ്ധതി തയ്യാറാക്കുക, അപ്പോൾ എന്നിട്ട് എന്ത് ചെയ്യണമെന്നുള്ളത്. പിന്നെ മറ്റൊരു AI ഉപയോഗിക്കുന്നത് ഓപ്പൺ എവിഡൻസ്. അപ്പം അത് പ്രധാനമായിട്ടും ഡോക്ടർമാർക്ക് ആവശ്യം വരുന്ന എല്ലാ ഗവേഷണങ്ങളുമായിട്ട് പരക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളപ്പോൾ അത് ഉപയോഗിക്കാൻ താമസിച്ച് കഴിഞ്ഞാൽ നമ്മൾ അത്രയും പുറകിലായി പോകും. അത് നമുക്ക് വേഗത്തിൽ ഉപയോഗിക്കും. ഞാനിപ്പോൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്കറിയാം ക്വിക്കായിട്ടുള്ള സംഭവം തീരുമല്ല. അപ്പോൾ ഡോക്ടർമാരൊക്കെ ഡ്രൈവ് ചെയ്ത് യാത്രയിൽ പോവുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഇത് 2-3 പ്രാവശ്യം ഇട്ട് കേട്ട് കഴിഞ്ഞാൽ നിങ്ങളിത് പിന്നെ ഇതിൽ അപ്ഡേറ്റ് അല്ലാത്ത ആൾക്കാർക്ക് എന്നിട്ട് അത് അപ്ഡേറ്റ് ചെയ്യേണ്ട കാര്യമായിട്ട് ഇതിൽ കാണുന്ന വാട്സപ്പിൽ തന്നെ ഒന്ന് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ എഞ്ചിനീയർമാരുടെയും എഞ്ചിനീയറിംഗ് കോളേജുകളുടെയും എക്സ്പേർട്സിൻ്റെയും എൻ്റെ ക്ലാസ്സും ഉണ്ടാകും. അതുപോലെ തന്നെ മെഡിക്കൽ എക്സ്പേർട്ടുകളുടെയും സഹായത്തോടു കൂടി തന്നെ നമുക്കൊരു 1-2 മാസം കൊണ്ട് ഇത് ഈ വൈകുന്നേരം മാത്രം 1.5 മണിക്കൂറിൻ്റെ അകത്ത് നമുക്ക് പഠിച്ചെടുക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ്. പിന്നെ നമുക്ക് നോട്ടബിൾ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ അപ്പോൾ അതിൻ്റെ ഒരു പ്രധാന പ്രവർത്തനങ്ങൾ രോഗിയുടെ രജിസ്ട്രേഷനും മറ്റു കാര്യങ്ങൾക്ക് ഡോക്യുമെൻറ്റേഷനൊക്കെ തയ്യാറാക്കുക. അപ്പം പ്രത്യേകിച്ച് അബ്രോഡൊക്കെ ആണെങ്കിൽ ഇൻഡിവിജ്വൽ ഡോക്ടേഴ്സ് കൺസൾട്ടിങ് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് സമയം അതിനുവേണ്ടി പോകുന്നുണ്ടായിരിക്കും. ഓക്കെ, പിന്നെ ഹോസ്പിറ്റലാണെങ്കിൽ അഡ്മിഷൻ ജോലികളൊക്കെ ആയിട്ട് അതൊക്കെ ആ ജോലി കുറയ്ക്കാനായിട്ട്, പിന്നെ ഇപ്പോഴത്തെ എംപ്ലോയീസിൻ്റെ സാലറിയൊക്കെ ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുമല്ലേ. അപ്പോൾ അങ്ങനെയുള്ളത് അതുപോലെ തന്നെ മറ്റൊരു AI ആണ് ഈ കോഡാമെട്രിക്സ് എന്ന് പറയുന്നത്. കോഡാമെട്രിക്സിനകത്ത് നമുക്ക് മെഡിക്കൽ കോഡിങ് ഓട്ടോമേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ ചില ഡോക്ടർമാർ അതിൽ വലിയ താല്പര്യം കാണിച്ച് അതുപോലെ തന്നെ ബില്ലിംഗ് കൃത്യത വർദ്ധിപ്പിക്കാനായിട്ടും പിശകുകൾ ഇല്ലാതാക്കാനും ഒക്കെ നമുക്കത് വളരെ ഭംഗിയായിട്ട് ചെയ്തുകൊണ്ട് പോകാനായിട്ട് പറ്റും. പിന്നെ അതുപോലെ തന്നെ പാദം ഹെൽത്ത് എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ പ്രധാന പ്രവർത്തനങ്ങൾ വരുന്നത് ബില്ലിങ് കോഡുകൾ, നോട്ടുകൾ തയ്യാറാക്കുക. ഇതൊന്നും വേറെ നമുക്ക് തേർഡ് പാർട്ടി വേണ്ടി വരുന്നില്ല. അപ്പോൾ ഡോക്ടർക്ക് വേണ്ടുന്ന രേഖകൾ, കസ്റ്റമേഴ്സിന് വേണ്ടുന്ന ബില്ലുകൾ, പേഷ്യൻസിന് വേണ്ടുന്ന ബില്ലുകൾ അതെല്ലാം കോഡുകളിലാക്കി സൂക്ഷിക്കുകയും പെട്ടെന്ന് 1 ടച്ചിൽ അവിടെ നിന്ന് റിസൾട്ട് കിട്ടുവാണ്. അതുപോലെ റോബിൻ ഹെൽത്ത് കെയർ, അതിനകത്ത് AI മനുഷ്യ സഹായം രണ്ടും കൂടെ ചേർന്നിട്ട് ഇതിനകത്ത് ഞാൻ പറഞ്ഞതിനകത്ത് എല്ലാം AI ഓട്ടോമേറ്റ് ചെയ്യുമല്ല. വൺ സൈഡ് ഡോക്ടറുടെ സ്കില്ലും നോളജും, മറു സൈഡിൽ AI രണ്ടും കൂടെ ചേർന്നോടാണ് പ്രവർത്തിക്കുന്നത്. ഇതും അതുപോലെ തന്നെയാണ്. അപ്പോൾ ഡോക്യുമെൻറ്റേഷൻ കൂടുതൽ പെർഫെക്റ്റ് ആയിട്ട് AI മനുഷ്യരുമായിട്ട് ചേർന്നുകൊണ്ട് സ്ക്രൈബിങ്ങും എല്ലാം അതിനകത്ത് നടക്കും. രജിസ്ട്രേഷനും വളരെ കൃത്യതയോടുകൂടിയുള്ള റിട്രൈവ് ചെയ്യാനുള്ള സഹായവും ഒക്കെ നമുക്കതിലൂടെ നടക്കും. ഇനി അതുപോലെ തന്നെ ഈ നിരീക്ഷണം നമുക്ക് റിമോട്ടായിട്ട് കെയർ കൊടുക്കാനായിട്ട്, പിന്നെ വോയിസ് കെയർ കൊടുക്കാനായിട്ട് അതിനുപയോഗിക്കാവുന്ന AIകളുണ്ട്. ഇപ്പോൾ ചെറിയ ക്ലിനിക്കുകളായിട്ട്, പിന്നെ അകലെയൊക്കെ പോയി ഇടയ്ക്ക് പ്രാക്ടീസ് ചെയ്യുന്നു. പിന്നെ സ്പീച്ച് ടു ടെസ്റ്റ് ഡോക്ടർമാർക്ക് വേണ്ടിയിട്ട് മാത്രം. എനിക്ക് തോന്നുന്നു ഒത്തിരി ഡോക്ടർമാർ ഓൾറെഡി അത് ഉപയോഗിക്കുന്ന കാണാം. ഇപ്പോൾ കോടതിയിലാണെങ്കിൽ മജിസ്ട്രേറ്റുമാർ ഉപയോഗിക്കുന്നു, അഡ്വക്കേറ്റ്സുമാർ ഉപയോഗിക്കുന്നു, മെഡിസിന് വേണ്ടി മെഡിക്കൽ ഏരിയയ്ക്ക് വേണ്ടി മാത്രം. അപ്പോൾ വളരെ തിരക്കുള്ള ക്ലിനിക്കിലൊക്കെ ഇത് നമുക്ക് വെക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് പല പ്രശ്നങ്ങളും നമുക്ക് സോൾവ് ചെയ്ത് കിട്ടും. പിന്നെ അതുപോലെ മറ്റൊരു AI ആണ് താലി. അപ്പോൾ ഡോക്ടർമാർക്ക് വേണ്ടിയിട്ടാണ്. കൂടെ എപ്പോഴും ഒരു അസിസ്റ്റൻ്റ് ഉള്ളതുപോലെയാണ്. നമുക്ക് അത് എപ്പോഴും അസിസ്റ്റ് ചെയ്ത് കൃത്യമായിട്ടും
അത് ടൈപ്പ് ചെയ്ത് അത് ഗസ് ചെയ്ത്, അപ്പോൾ കൈകളൊന്നും ഉപയോഗിക്കാതെ തന്നെ ഡേറ്റയിലൂടെ മാത്രം ഇനിയിപ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും രേഖപ്പെടുത്തലെല്ലാം വരുന്നത്. ഇത് ക്ലൗഡിനകത്ത് കിടക്കുന്നതുകൊണ്ട് ഫിസിക്കലി അതാരും ഡിസ്ട്രോയ് ചെയ്യപ്പെട്ടു പോകത്തില്ല, ആരും മാനിപ്പുലേറ്റ് ചെയ്യത്തില്ല. ശസ്ത്രക്രിയ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പോലും ആ സമയത്ത് പോലും വളരെ ഒരു സഹായകരമായിട്ടാണ് ഡോക്ടേഴ്സ് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ ബയോഫോർമിക്സ് എന്ന് പറയുന്ന ഒരു പുതിയ AI ഉണ്ട്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രോഗിയുടെ അവസ്ഥ എപ്പോഴേലും മോശമാക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ഡോക്ടറെ മുൻകൂട്ടി അറിയാനായിട്ട് അപ്പോൾ ആ വിശദീകരണങ്ങളും കൂടെ ഇട്ട് കൊടുത്ത്, അപ്പോൾ അതൊരു ക്രോണിക് ആയിട്ടുള്ള രോഗികളിൽ ഹൃദ്രോഗം പോലെ ശ്വാസകോശമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഗുരുതരമായിട്ട് അവസ്ഥയിലുള്ള രോഗികൾക്കൊക്കെ നമുക്ക് അവരെ രക്ഷപ്പെടുത്താനായിട്ടുമൊക്കെ അലേർട്ട് നൽകാനൊക്കെ ആയിട്ട് ഇത് വളരെ ഇതായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതൊക്കെ പഠിച്ചെടുക്കാനായിട്ടെന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടെ നമുക്കൊരു ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ പഠിച്ചെടുക്കാം, പേടിക്കേണ്ടതില്ല. പിന്നെ കറണ്ട് ഹെൽത്ത് എന്ന് പറഞ്ഞാൽ രോഗസ്ഥിതി എപ്പോഴും എല്ലാം അപ് ടു ഡേറ്റ് ആയിട്ട് നമ്മളെ ഡോക്ടറെ അറിയിച്ചുകൊണ്ടിരിക്കാനായിട്ട്. അപ്പോൾ അതൊരു ബെയറബിളായിട്ട് ഉപയോഗിക്കാമെന്ന്. ഇപ്പോൾ ഒത്തിരി റിങ്ങുകൾ ഇറങ്ങിയിട്ടുണ്ട്, വാച്ചുകൾ ഇറങ്ങിയിട്ടുണ്ട്. ആ മേഖലയിൽ ഇപ്പോൾ ഞാൻ ചൈനയിലൊക്കെ ഇതിൻ്റെ ഫാക്ടറിയിലൊക്കെ പോയി നേരിട്ട്, അപ്പോൾ അമേരിക്കയൊന്നും അല്ല ഇതിൽ കൂടുതൽ പഠനങ്ങൾ നടത്തുന്നത്, ചൈനയിലാണ് ഏറ്റവും കൂടുതൽ പഠനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ നേരിട്ട് വീക്ഷിക്കുകയും ഇനി വരാൻ പോകുന്ന പ്രവർത്തനത്തെക്കുറിച്ചൊക്കെ എനിക്ക് വ്യക്തമായ ഇതുണ്ട്. പിന്നെ വിവിഫൈ എന്ന് പറയുന്ന വിവിഫൈ ഹെൽത്ത് എന്ന് പറയുന്ന ഒരു സ്ഥാനം, അപ്പോൾ ഒരു ഹോം ബേസ്ഡ് കെയർ കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ അത് ഈ പറഞ്ഞതുപോലെ ആശുപത്രി പ്രവേശിപ്പിക്കാതെ തന്നെ വീടിനുള്ളിൽ വെച്ച് തന്നെ പേഷ്യൻസിനെ എങ്ങനെ ചികിത്സ തുടരാനായിട്ട് പറ്റും, എന്നാൽ വളരെ ഗുരുതരാവസ്ഥ വരുമ്പോൾ മാത്രം ഡോക്ടർക്ക് അലേർട്ട് കിട്ടാനായിട്ടും ഒക്കെ ഉപയോഗിക്കുന്നതാണ്. പിന്നെ മറ്റൊന്ന് മൈ ഷുഗർ എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. ഇപ്പോൾ ഈ പ്രമേഹ നിയന്ത്രണമാണ് പ്രധാനമായിട്ടും, അതും ഡോക്ടറും രോഗിയായിട്ട് എപ്പോഴും സിങ്ക് ആയിരിക്കുകയാണ്. അപ്പോൾ രക്തത്തിലെ ഷുഗറിൻ്റെ ലെവൽ എപ്പോഴും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്, ഭക്ഷണം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക, ജീവിതശൈലിയും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക, ഇതെല്ലാം വളരെ സഹായകരമാക്കുന്ന രീതിയിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒമാഡ ഹെൽത്ത് എന്ന് പറഞ്ഞൊരു AI ഉണ്ട്. അതും ഈ പറഞ്ഞതുപോലെ പ്രമേഹ രോഗികൾക്ക് വേണ്ടിയിട്ട്, ഒബേസിറ്റി ഉള്ളവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഇതാണ്. അപ്പോൾ അത് വളരെ പ്രിസൈസ് ആയിട്ടുള്ള വിശദീകരണങ്ങൾ ഡോക്ടർക്ക് രോഗിയുടെ അവസ്ഥയെക്കുറിച്ചും ഒക്കെ കൊടുക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് ഡോക്ടർക്ക് അത് ഭയങ്കര സഹായമായിരിക്കും ഇത് നമ്മളിങ്ങനെയുള്ള സംഭവങ്ങൾ ഉപയോഗിക്കുന്നത്. ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എല്ലാം വില നോക്കുമ്പോൾ നമുക്ക് വളരെ അഫോർഡബിളാണ് പഠിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇവർ ഈസി ആയിട്ട് ഡോക്ടേഴ്സിനെ പഠിച്ചെടുക്കാനുള്ള സഹായമാണ് ഇവിടുന്ന് നമ്മൾ ലൈഫ് ലൈൻ ചെയ്യുന്നത്. അപ്പോൾ കെയർ പ്രെഡിക്റ്റ് എന്ന് പറയുന്ന ഒരു AI ഉണ്ട്. അത് കൂടുതലായിട്ടും പ്രായമായവർ നോക്കാനായിട്ടാണ്. അപ്പോൾ അവരെ നിരീക്ഷിക്കുന്നതിന് വേണ്ടി അവരുടെ വിശദീകരണങ്ങൾ ബെയറബിൾ ഉപയോഗിക്കാനായിട്ടും, അത് ഉപയോഗിച്ചുകൊണ്ട് ഡോക്ടർമാരുടെ സീനിയർ ലീവിങ്ങിലൊക്കെ അത് കൃത്യമായിട്ട് അത് അറിയിച്ചുകൊണ്ടിരിക്കാനായിട്ടും അതാത് സമയത്ത് കൊടുക്കാനായിട്ടുമൊക്കെയുള്ള. അപ്പോൾ ഇതൊക്കെ നമുക്ക് കേരളത്തിൽ ഇപ്പോൾ വളരെ വ്യാപകമായിട്ട് വരാൻ പോകുന്നതെന്ന് ഡോക്ടർമാർക്കെല്ലാം അറിയാമല്ലോ. പിന്നെ ഈ ഡ്രഗ് ഡിസ്കവറിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ബെനവലൻ്റ് AI എന്നൊക്കെ പറഞ്ഞ് അതിനുപയോഗിക്കുന്ന ഏരിയാസ് ഉണ്ട്. അപ്പോൾ അതും ആ ഗവേഷണത്തിലിരിക്കുന്ന ഡോക്ടേഴ്സിനാണ് അത് കൂടുതലും ഉപയോഗിക്കാനായിട്ട്. അത് കുറച്ചുകൂടെ എക്സ്പെൻസീവാണ് അതിൻ്റെ ഒരു ഇത്. പക്ഷെ വലിയ ഡാറ്റ വിശകലനം ചെയ്തത് സാധാരണ ഇതിലേക്ക് നമ്മുടെ ഈ പ്രൊഫഷണൽ സ്ട്രഗിള് ഇല്ല, നമ്മൾ ചെയ്യാൻ ഇഷ്ടമില്ലാത്ത ജോലികളെല്ലാം ഇതെടുത്ത് ചെയ്തു. ഇനി ഇൻസിലിക്കോ മെഡിസിൻ എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. ആ AI ഉപയോഗിച്ച് മരുന്ന് നമുക്ക് രൂപകൽപ്പന ചെയ്യാം. നിങ്ങൾക്കറിയാമല്ലോ, ഇനിയിപ്പോൾ കസ്റ്റമൈസ്ഡ് മെഡിസിൻ ആണല്ലോ പുതിയ അവതാരമായിട്ട് വരുന്നത്. അപ്പോൾ മരുന്നുകൾ 2030 അത് അപ്പോൾ AI മോഡലുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് അവർക്ക് വേണ്ടുന്ന 10 ഗുളിക കഴിക്കുന്നതിന് പകരം ഇതിന് പറ്റിയ 1 മാസത്തേക്കുള്ള മെഡിസിൻ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. പിന്നെ ആറ്റം വൈസ് എന്ന് പറയുന്നൊരു AI ഉണ്ട്. അപ്പോൾ ഇതും ഈ മരുന്ന് പ്രധാനമായിട്ടും കസ്റ്റമൈസ് ചെയ്തെടുക്കാനായിട്ടുള്ള പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. കമ്പനികളിൽ നമുക്ക് ആവശ്യമുള്ള കോമ്പിനേഷൻസ് എടുത്ത് അതിന് പറ്റിയ മരുന്നുകൾ എടുത്ത് ഉപയോഗിക്കുന്ന അതൊരു സാസ് ബേസിലായിട്ട് മുൻകൂട്ടി പ്രവചിച്ച് നമുക്ക് എടുക്കാനായിട്ട് പറ്റുന്ന പർട്ടിക്കുലർ സമയം കഴിയുമ്പോഴത്തേക്കും വീണ്ടും അടുത്ത കോമ്പിനേഷനിലേക്ക് പോകാനായിട്ട്. അപ്പോൾ നമുക്ക് ഡീപ്പ് ജീനോമിക്സ് എന്ന് പറയുന്ന ഇതുണ്ട്. RNA ഫാക്ടറൊക്കെ നോക്കി അതിൻ്റെ അടിസ്ഥാനത്തിൽ ചികിത്സകളെ കണ്ടെത്താനായിട്ട്. അപ്പം ജനറ്റിക് ഏരിയയിൽ നമുക്ക് കൂടുതൽ ജീനുകളെ ഉപയോഗിച്ചിട്ടുള്ള അടിസ്ഥാനമാക്കിയുള്ള അത് ഭയങ്കര വിപുലമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഇനി ഒരു 5 years കൊണ്ട് ആ ഒരു മേഖലയായിരിക്കും ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിപുലീകരിക്കാനായിട്ട് പോകുന്നത്. ഇത് തന്നെ ഈ AI ഇപ്പോൾ ഈ ഓഫ് സ്കിൻ എന്ന് പറയുന്ന ഒരാപ്പുണ്ട്. അപ്പോൾ ഒരു ക്ലിനിക്കൽ ട്രയലൊക്കെ ചെയ്യുന്ന ഡോക്ടർമാർ, അപ്പോൾ അങ്ങനെയുള്ളവർക്കാണെങ്കിൽ അത് അവരുടെ ജോലി പെട്ടെന്ന് കുറയ്ക്കാനായിട്ട് പറ്റും.
അപ്പോൾ ഇതെല്ലാം നമ്മുടെ ജോലി കുറയ്ക്കാനായിട്ട്, എഫിഷ്യൻസി കൂട്ടാനായിട്ടും, പ്രത്യേകിച്ച് നമ്മളെ പോലെ ഒരു രാജ്യത്ത് ഡോക്ടേഴ്സ് സാധാരണ മറ്റുള്ള രാജ്യത്ത് കാണുന്നതിൻ്റെ 10 ഇരട്ടി 20 ഇരട്ടി രോഗികളായിരിക്കും കാണുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ റിക്കർഷൻ ഫാർമ എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. അപ്പോൾ അത് ബയോളജിയും മെഷീൻ ലേണിങ്ങും എല്ലാം ഉപയോഗിച്ചിട്ട് പുതിയ മെഡിസിൻസ് കണ്ടെത്താനായിട്ടും മെഡിസിൻ്റെ ഘടകങ്ങളെ തിരിച്ച് പുതിയ ചികിത്സാ രീതികൾക്ക് വേണ്ടിയിട്ട് പുതിയ കോമ്പിനേഷൻസൊക്കെ കണ്ടെത്താനായിട്ട് സഹായിക്കുന്ന ഒരു AI ആണ്. പിന്നെ ഹോസ്പിറ്റൽ ഓപ്പറേഷൻസിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ലീൻ സാസ് എന്ന് പറയുന്നത്, ലീൻ ടാസ്. അപ്പോൾ സാസ് ആണത്. അപ്പോൾ ഏറ്റവും പ്രധാനം ഓപ്പറേഷൻ തിയേറ്ററുകളിൽ സ്കെഡ്യൂളിങ് നടത്തുക. അതുപോലെ തന്നെ പ്രധാനമായിട്ടും ചെറിയ ചെറിയ ഹോസ്പിറ്റലുകളൊക്കെ കുറച്ചുകൂടെ കൂടുതൽ എഫിഷ്യൻ്റ് ആക്കാനായിട്ട്. അപ്പോൾ അത് കഴിഞ്ഞ് എത്ര സമയത്തിനകത്ത് തീരും, അടുത്ത ഡോക്ടർക്ക് എപ്പോൾ കയറാൻ പറ്റും, അപ്പോൾ ആശുപത്രികളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനായിട്ട്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് വേണ്ട. പിന്നെ ഈ അക്കാസ AI എന്ന് പറയുന്നത് ചാക്രിക വരുമാന മാനേജ്മെൻറ്റിൻ്റെ ഒരു ഓട്ടോമേഷനാണത്. അപ്പോൾ കൂടുതൽ എങ്ങനെയാണ് കൂടുതൽ ബില്ലിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയല്ല നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇൻഷുറൻസ് കമ്പനികളുമായിട്ടുള്ളത്, പ്രോസസ്സിങ്ങുകൾ. പിന്നെ ഇതിനകത്ത് നമുക്ക് ഇതിനെയൊക്കെ വളരെ ലളിതമാക്കി നമുക്കതൊരു തലവേദന ഇല്ലാത്ത രീതിയിൽ. പിന്നെ ആപ്പിക്സോ എന്ന് പറഞ്ഞൊരു AI ഉണ്ട്. അപ്പോൾ അത് ക്ലിനിക്കുകളുടെ അനാലിസിസിനായിട്ട് കൂടുതൽ ഉപയോഗിക്കുന്ന, കൂടുതൽ വിശദീകരണങ്ങൾ കൊടുക്കാനായി രോഗിയുടെ ഡേറ്റ വിശകലനം ചെയ്ത് കൊടുക്കുന്ന ഒരിതാണ്. അപ്പോൾ ഇങ്ങനെ മികച്ച തീരുമാനങ്ങൾ എടുക്കാനായിട്ട് ഡോക്ടർമാരെ സഹായിക്കുന്നതാണ് ഈ ഒരു പദ്ധതി. അപ്പം ഡോക്ടർമാർക്ക് ഇത് ഒന്നേന്ന് പഠിച്ചെടുക്കാനായിട്ട് ഉള്ള ചിലപ്പോൾ സമയം കിട്ടിയെന്ന് വരത്തില്ല. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഇന്നോവാസർ എന്ന് പറയുന്ന ഒരു രോഗിയുടെ ഒരു ഡേറ്റ കൊടുക്കാനായിട്ട് പറ്റിയൊരു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ വിവിധ സിസ്റ്റങ്ങൾക്ക് കിട്ടുന്ന ഡേറ്റകളെ സമഗ്രമായിട്ട് ഒന്നിച്ച് ചേർത്തുകൊണ്ട് കൃത്യമായി വളരെ കൃത്യമായി രോഗനിർണയം നടത്താനായിട്ട്. പിന്നെ കൈറസ് ഹെൽത്ത് എന്ന് പറഞ്ഞ ഒരിതുണ്ട്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശരിയായ ഡേറ്റ കണ്ടെത്തി, കാരണങ്ങൾ കണ്ടെത്തി രോഗിക്ക് ഏറ്റവും അനുയോജ്യമായ ഡോക്ടർമാർ ഏതായിരിക്കണം, ആ ഡോക്ടർമാരുമായിട്ട് ബന്ധിപ്പിക്കുന്നതിന് സാധാരണ ഉപയോഗിക്കുന്നതാണ്. അതുപോലെ തന്നെ ഒലിവ് ഹെൽത്ത്സ് എന്ന് പറയുന്നത്, നേരത്തെ ഞാൻ ഒലിവിനെ കുറിച്ച് പറഞ്ഞു, പക്ഷേ ഈ ഒലിവ് ഹെൽത്തിൻ്റെ AIക്കകത്ത് വേറെ അഡീഷണൽ പ്രോഡക്റ്റ്സ് ഉണ്ട് അവർ ഉപയോഗിക്കാവുന്നത്. അപ്പോൾ ഈ കുറേ കമ്പനികൾ ഈ സംഭവം ഏറ്റെടുത്ത് ഇതൊരു വലിയ ബിസിനസ്സാക്കി. ഫാർമയാണല്ലോ ലോകത്തിൽ നയിക്കുന്ന ഏറ്റവും വലിയൊരു ബിസിനസ് മേഖല. അപ്പോൾ അതിലുണ്ടാക്കിയിട്ടുള്ള ഈ പലതും ഇവർ ലോക്കലി വന്ന് ഇവരുടെ റെപ്രസെൻറ്റേറ്റീവ് ഒന്നും വന്ന് നമുക്ക് ട്രെയിൻ ചെയ്യാനായിട്ട് പോകുന്നില്ല. അപ്പം അവരവർ പഠിച്ചെടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ വീഡിയോയും മറ്റുമൊക്കെ ഉള്ളതാണുള്ളത്. പക്ഷേ ഇതിനെ മറ്റ് ഡോക്ടർമാരുടെ സഹായത്തോടു കൂടി ഒരു 10-40, ഞാനിപ്പോൾ ഒരുപാടെണ്ണം പറഞ്ഞു, പക്ഷേ ഒരു 10-40 AI എങ്കിലും ഡോക്ടർമാർക്ക്, ഇപ്പോൾ ഏതാണ്ട് 200ഓളം AI അത്യാവശ്യം ഡോക്ടർമാർ ഉണ്ട് ഓൾറെഡി. പക്ഷേ അതിനകത്തൊരു 40 AI എങ്കിലും ഓരോ സ്പെഷ്യാലിറ്റിയിലും നമുക്ക് ഉപയോഗിക്കാവുന്ന രീതിയിൽ വരാനായിട്ട് തീർച്ചയായിട്ടും നമുക്ക് സഹായിക്കാനായിട്ട് പറ്റും. അപ്പം അറിയത്തില്ലാത്ത മേഖല മാത്രം പല ഡോക്ടേഴ്സും പലതും ഇങ്ങോട്ട് പറഞ്ഞു തരുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞ അവർക്ക് സംശയമുള്ള മേഖല ശരിയാക്കി തരാനായിട്ട് ഏതായാലും ഇതൊരു സഹായമായിരിക്കും. അപ്പം മറ്റു ഡോക്ടർമാർക്കും ഇത് ഒന്ന് റെഫർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എപ്പോഴും നമുക്ക് ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് ഇത് പഠിച്ച് ഒരു ബാച്ചായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക. ഓൺലൈനിലാണ്, ഇപ്പോൾ സൂമിലാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ലിങ്കിൽ കയറുക, ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. ആദ്യത്തെ 2-3 ദിവസം നമ്മളത് ഫ്രീ ആയിട്ടാണ് ചെയ്യുന്നത്. കാരണം നമുക്ക് ഈ ചേരുന്നതാണോ എന്നുള്ളത് നോക്കിയിട്ട് പിന്നീട് മുന്നോട്ട് പോയാൽ മതിയല്ല. അപ്പോൾ നമുക്കങ്ങനെ ചെയ്യാം. അപ്പോൾ ഈ ഒരു ഇതുകൊണ്ട് ഡോക്ടർമാർക്കെല്ലാം നന്മയുണ്ടാകട്ടെ. ഇതേപോലെ തന്നെ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റുമാർക്കും പിന്നെ അതുപോലെ തന്നെ ലോയേഴ്സിനും മറ്റു പല പ്രൊഫഷൻസിനും ഉള്ള അതുകൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ വരുന്നുണ്ട് ജനറലി ഉള്ളത്. അപ്പോൾ ഈ ഒരു AIയെക്കുറിച്ച് പഠിക്കുന്നതിന് പകരം നമുക്ക് ഉപയോഗിക്കാവുന്ന AI നമ്മൾ മനസ്സിലാക്കി എഫിഷ്യൻസി വർദ്ധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ്. മറ്റ് എൻ്റെ ക്ലാസ്സുകളിലും കൗൺസിലിങ്ങിലൊക്കെ ഞാൻ തിരക്കാണെങ്കിൽ ഇത് വളരെ കാലഘട്ടത്തിൻ്റെ അത്യാവശ്യം ആയതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനൊരു തീരുമാനം എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ എവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്.